നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സ്പെക്ടഡ് ടു മേക്ക് എ ഫോർമൽ ഓഫർ ഫോർ സാൻഡ്രോ ടൊണാലി. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രെയ്ഗ് ഹോപ്പ് ഫ്രം ഡെയിലി മെയിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സമ്മർ ട്രാൻസ്ഫർ മെയിൻ ടാർഗറ്റായിട്ട്, നമ്പർ 1 ടാർഗറ്റായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കരുതുന്നത് സാൻഡ്രോ ടൊണാലിനെ ആണെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് റിക്വസ്റ്റ് ഉണ്ട്, ബ്രോ ആ ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ പ്രസ് ചെയ്ത് തരാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് പ്രകാരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്പർ 1 ട്രാൻസ്ഫർ ടാർഗറ്റ് ഫോർ മിഡ്ഫീൽഡർ ആയിട്ട് സാൻഡ്രോ ടൊണാലിനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ നമുക്കറിയാം, കസമീറോ പോകുന്ന ഈ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് മിഡ്ഫീൽഡേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ബ്രൂണോ ഗിമാരസും, എലിയട്ട് ആൻഡേഴ്സൺ, ആഡം വാട്ടൺ, കാർലോസ് ബലേബ, ഇങ്ങനെ കുറച്ച് താരങ്ങളെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വീണ്ടും കട്ട് ഷോട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ സാൻഡ്രോ ടൊണാലി, പിന്നെ എലിയട്ട് ആൻഡേഴ്സൺ ആൻഡ് ആഡം വാട്ടൺ, ഈ 3 പേരുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്പർ 1 ടാർഗറ്റായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാൻഡ്രോ ടൊണാലിനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള മെയിൻ റിപ്പോർട്ട് പ്രകാരം ബ്രൂണോ ഗിമാരസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടം വിടുന്നു. ആ ഒരു എന്താ പറയുക, പ്ലെയറിന് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു, ബേസ്ഡ് ഓൺ കസമീറോസ് റെക്കമെൻഡേഷൻ. കസമീറോ നേരിട്ട് റെക്കമെൻഡ് ചെയ്ത ഈ ഒരു താരത്തെ കുറിച്ചിട്ട്. അപ്പോൾ അന്ന് നമ്മൾ പറയപ്പെട്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഏജിന്റെ ഫാക്ടർ പറഞ്ഞു, 28 ഏജ് ഉണ്ട് ഇപ്പോൾ, നവംബർ ആകുമ്പോൾ 29 ആകുന്നു. പിന്നെ ഒരു ഹെഫ്റ്റി എമൗണ്ട് ട്രാൻസ്ഫർ ഫീസ് എന്തായാലും വരും, ഒരു 70 മില്യൺ, അതിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എമൗണ്ട് വരിക എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അറിയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, അറിയുന്ന കാര്യം, സാൻഡ്രോ ടൊണാലിക്ക് ഏകദേശം ഒരു 80 മില്യൺ പൗണ്ട്സിന്റെ വാല്യുവേഷനാണ് ന്യൂ കാസിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമല്ല നോക്കുന്നത്, കുറച്ച് മെയിൻ ടാർഗറ്റ്സ് ആയിട്ട് റിയൽ മാഡ്രിഡും ബാർസലോണയൊക്കെ ഈ ഒരു ടോക്കിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള സംസാരമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാൻഡ്രോ ടൊണാലിയുടെ ക്യാമ്പിൽ നിന്ന് കേൾക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് വരാനായിട്ടാണ് കൂടുതൽ താല്പര്യം എന്നുള്ളതാണ്. അതിനകത്തുള്ള മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ്. നമ്മളിപ്പം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ആ സെയിം സമയത്ത് ന്യൂ കാസിലാണെങ്കിൽ 12th പ്ലേസ് ആണ്, അവർ 12ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു ടീമാണ്. അപ്പം ഏറെക്കുറെ ചാമ്പ്യൻസ് ലീഗ് കിട്ടത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ന്യൂ കാസിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അവരുടെ ക്യാമ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലുള്ള ഒരു മെഗാ ടീം വരുമ്പോൾ ആ ഒരു ടീമിലേക്ക് പോകുക, അല്ലെങ്കിൽ കരിയറിന്റെ പ്രൈമിലേക്ക് കയറുന്നത് ഒരു വലിയ ടീമുമായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ബേസിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് അവരുടെ ക്യാമ്പ് പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫറിൽ വേറൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത് ബ്രൂണോ ഫെർണാണ്ടസ് ഈ ഒരു മൂവിന് 100% സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ബ്രൂണോ അടുത്ത സീസണിൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പൊസിഷൻ കളിക്കുന്ന സമയത്ത്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കുമ്പോൾ ബാക്കിൽ 2 പ്രോപ്പർ മിഡ്ഫീൽഡേഴ്സിന്റെ അസിസ്റ്റൻസും കൂടെ ഉണ്ടാകുമ്പോൾ ബ്രൂണോ എന്തുമാത്രം ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബ്രൂണോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ബ്രൂണോയും അത് തന്നെ കണ്ടു എന്നുള്ളതാണ്. ബിക്കോസ് സാൻഡ്രോ ടൊണാലി എടുത്തു പറയേണ്ട പ്ലെയർ ആണ്. ഹി ഹാസ് ഗോട്ട് ദ ഫിസിക്കാലിറ്റി, ഒരു പ്രോപ്പർ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡും സെൻട്രൽ മിഡ്ഫീൽഡും എല്ലാം കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 സീസൺ ആയിട്ടാണെങ്കിൽ ന്യൂ കാസിലിന് വേണ്ടിയിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പോകുന്ന ഒരു പ്ലെയർ തന്നെയാണ് ടൊണാലി. ആൻഡ് അവരുടെ മിഡ്ഫീൽഡ് നമുക്കറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ പ്രീമിയർ ലീഗ്. ജോലിംഗ്ടണും പിന്നെ ഗിമാരസും പിന്നെ സാൻഡ്രോ ടൊണാലി അടങ്ങുന്ന ആ 3 പേരുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഹാർഡ് വർക്കിംഗ് ഇതാണ്. അവരെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ലെത്താർജിക് ആയിട്ടോ അല്ലെങ്കിൽ ലേസി ആയിട്ടുള്ള രീതിയിൽ കളിക്കുന്ന ഒരു പ്ലേയേഴ്സ് അല്ല, അല്ലെങ്കിൽ ആ ഒരു ട്രയോ അല്ല. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ ഫിസിക്കലായിട്ടും ഭയങ്കര എനർജി, ഫുൾ എഫേർട്ടിൽ കളിക്കുന്ന ഒരു 3 പേരാണ് അവർ. അപ്പോൾ അതിൻ്റെ അകത്ത് സാൻഡ്രോ ടൊണാലിനെ ആ മിഡ്ഫീൽഡിലേക്ക്
നിർത്താൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ബ്രൂണോ ഫെർണാണ്ടസിന് ഇതുവരെ കാഴ്ചവെക്കുന്നതിനെക്കാട്ടി കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് ബ്രൂണോയ്ക്ക് തന്നെ തോന്നിയത്. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ഹി സപ്പോർട്ടഡ് ദിസ് പ്ലെയേഴ്സ് ട്രാൻസ്ഫർ. സാൻഡ്രോ ടൊണാലിയുടെ ഈ ട്രാൻസ്ഫർ ന്യൂസിൽ നിന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എലിയട്ട് ആൻഡർസൺ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യമാണ്, അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെയാണ്. എലിയട്ട് ആൻഡർസൺ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നമ്പർ 1 ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എലിയട്ട് ആൻഡർസന്റെ ഒരു ഇൻട്രസ്റ്റും സിറ്റിയിലോട്ട് പോകാൻ തന്നെയാണ് എന്നാണ്. അപ്പോൾ അത് വേരിയസ് സോഴ്സസിൽ നിന്ന് നമുക്ക് വായിച്ചു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഏകദേശം അത് സിറ്റി ഉറപ്പിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് കഴിഞ്ഞിട്ടുള്ള ബെസ്റ്റ് ടാർഗറ്റ് ആരാണോ സാൻഡ്രോ ടൊണാലി എന്നുള്ള ഒരു നെയിമിലേക്ക് എത്തിപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഹിസ് എമംഗ് ദ ബെസ്റ്റ്. ഇപ്പം എലിയട്ട് ആൻഡർസണിന് കുറച്ച് മേഖലകളിൽ എലിയട്ട് ആൻഡർസൺ ബെസ്റ്റ് ആണെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ടൊണാലിയാണ് ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇതിൽ നിൽക്കുമ്പോൾ രണ്ടുപേരും അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. അപ്പം ഒരാൾ സിറ്റിയിൽ പോകുമ്പോൾ മറ്റേ ആളിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടൊണാലിനെ സ്വന്തമാക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ 2 മിഡ്ഫീൽഡേഴ്സാണ്. മേ ബി 3 മിഡ്ഫീൽഡേഴ്സിലേക്ക് വരെ പോകാമെന്നുള്ളൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേ ബി വി വിൽ ഗോ ഫോർ ബലേബ. ഇനിയിപ്പോൾ എന്തായാലും ആഡം വാർട്ടനോ എലിയട്ട് ആൻഡർസൺ ഉണ്ടാകത്തില്ല. കാരണം ഇവർ 3 പേരായിരുന്നു ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് എലിയട്ട് ആൻഡർസൺ വാർട്ടൺ മാറി. അപ്പോൾ സാൻഡ്രോ ടൊണാലിയാണ് അവിടെ നമ്പർ 1. ഇനി ഉള്ള സെക്കൻഡ് ടാർഗറ്റ്സിൽ എനിക്ക് തോന്നുന്നു ബലേബ. അതൊരു കുറച്ച് നാളത്തുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് ഒരിടയ്ക്ക് വെച്ചിട്ട് അത് താന്നു പോയെങ്കിലും പിന്നീടും ഉയർന്നു കേൾക്കുന്ന പേര് തന്നെയാണ് ബലേബയുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെന്തായാലും അങ്ങനെ വിട്ടുപോകത്തില്ല. അപ്പോൾ ബലേബ ഡെഫിനറ്റ്ലി വുഡ് ബി എ നെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വുഡ് ബി ലുക്കിംഗ് ഫോർ. സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള ലെവലിൽ ബലേബനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ഒരു മിഡ്ഫീൽഡറിനും കൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവരണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞിരുന്നാൽ ഐ തിങ്ക് ദാറ്റ് വിൽ ബി യാവോ ഗോമസ്. ബുൾസിന്റെ റെലഗേഷൻ ഏകദേശം ഉറപ്പാണ്. കാരണം അതിൽ കൂടുതൽ ഇനി അങ്ങോട്ടേക്ക് ഉയർന്നു കയറി റെലഗേഷൻ ഔട്ട് ആകാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. ദേ വിൽ ബി ഡെഫിനറ്റ്ലി റെലഗേറ്റഡ്. അപ്പോൾ റെലഗേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അവർ കുറച്ച് പ്ലെയേഴ്സിന് അവർക്ക് വിറ്റേ പറ്റും. കാരണം അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം അത് വിറ്റേ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യാവോ ഗോമസിന് ഡെഫിനറ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു 3rd മിഡ്ഫീൽഡർ ഓപ്ഷനായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഇതാണ്, മേ ബി ഒരു 25 മില്യൺ ആ റേഞ്ചിലൊക്കെ കാണത്തുള്ളൂ. കാരണം റെലിഗേറ്റഡ് ആയിട്ടുള്ള ടീമിന് അത്രയൊക്കെ ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള ഇതുള്ളൂ. അല്ലെങ്കിൽ ആ പ്ലെയറിന് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. സോ ഐ തിങ്ക് 3rd ഓപ്ഷനായിട്ട് അത് വരും. സോ മെയിൻ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനകത്ത് മാറാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് തന്നെയായിരിക്കും. സാൻഡ്രോ ടൊണാലി, ബലേബ ആൻഡ് യാവോ ഗോമസ്. ഇത് 3 ആയിരിക്കും. അഥവാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു മിഡ്ഫീൽഡ് 3 കൊണ്ടുവരാനായിട്ട് നോക്കുവാണെങ്കിൽ ഇവർ 3 പേരായിരിക്കും. സോ മെയിൻ ടാർഗറ്റ് ആയിട്ട് സാൻഡ്രോ ടൊണാലി വരുന്നു. ഇന്നലെ ടൊണാലിയുടെ ഗെയിം ഞാൻ കണ്ടതേ ഉള്ളൂ. അതായത് ഇറ്റലിയുടെ ഗെയിമിൽ കണ്ടതിൽ ടൊണാലി ഗോൾ സ്കോർ ചെയ്യുന്നു, പിന്നെ അതിനുശേഷം അസിസ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം കളം നിറഞ്ഞു തന്നെ ആയിട്ടുള്ള കളിയായിരുന്നു. സോ ഹി വാസ് ദെയർ എവ്രിവെയർ. മൊത്തത്തിൽ ആ ഒരു ഗെയിമിൽ മൊത്തത്തിൽ ടൊണാലി ഉണ്ടായിരുന്നു. സോ ആ കളി കണ്ടു കഴിഞ്ഞ് തീർന്നിട്ട് ഈ ഒരു ന്യൂസും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ ആ ഒരു ഗെയിം കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് വന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പം ഔട്ട്സൈഡ് ദ ബോക്സ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ അങ്ങനത്തെ ഒരു ഗോളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വെരി ഗുഡ് ഗോൾ. പിന്നെ എന്താ പറയുക, ഇന്നലത്തെ പെർഫോമൻസോട് കൂടി മേ ബി ഹീ ഈസ് ആർ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഗിമാറസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അത് മാറി. ഇപ്പം ഗിമാറസിനെ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റീസും മറ്റും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വർഷങ്ങൾ കിട്ടുന്നു. ഇപ്പം ഹീസ് വെരി യങ്, 25 ആയിട്ടുള്ളൂ. ആൻഡ് ഹീസ് ഗോട്ട് ലൈക്ക് കുറേ വർഷങ്ങൾ ഉണ്ട്. ഒരു 7-8 ഇയേഴ്സ് ഒക്കെ എന്തായാലും ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു പ്ലെയർ തന്നെയാണ്. സോ ഇത് തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക താല്പര്യം. ടൊണാലി എന്തായാലും ടീമിൽ വന്നു കഴിഞ്ഞാൽ അതൊരു മുതൽക്കൂട്ട് തന്നെ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ട്രാൻസ്ഫർ നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ, താല്പര്യം ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ട്രാൻസ്ഫേഴ്സ് ആണ് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഇടുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. നേരത്തെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചു തരാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.